അച്ചായൻ്റെ പെണ്ണ്. അതുപോട്ടെ, ഇന്നെന്തായിരുന്നു നിന്റെ പ്രോഗ്രാം? ബിസി ആയിരുന്നല്ലോ. അതോ? അതെ, ഞാൻ സൈറയ്ക്കൊരു ചുരിദാർ തയ്ച്ചു. ഏ, നീയോ? നിനക്ക് തയ്യൽ അറിയാമോ? കുറേശ്ശെ. മിടുക്കി. അച്ചായ, എന്നതാടി? എനിക്ക് ശ്വാസം മുട്ടു. വിട്. ഇത്തിരി ശ്വാസം മുട്ടിക്കോട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് ശ്വാസം നിനക്ക് അങ്ങോട്ട് തരാം. വേണോ? അവൻ്റെ ചുടുനിശ്വാസം അവളുടെ കവിളി തട്ടി. അച്ചായ, പ്ലീസ്, മതി. ഒന്ന് പോ പെണ്ണേ. നിന്നെ ഒന്ന് സ്നേഹിക്കാൻ കിട്ടിയത് ഇപ്പോഴാണ്. ശോ, ആരെങ്കിലും കാണും. ഡോറ് ലോക്കാടി. സോ വാട്ട്? അതുകൊണ്ട് ആരും അകത്തേക്ക് പ്രവേശിക്കില്ല. അവൻ്റെ കൈകൾ അവളെ വരിഞ്ഞു മുറുക്കി. വരുൺകുട്ടാ, അമ്മച്ചി താഴേന്ന് വിളിച്ചു. ദേ അമ്മച്ചി. യോ, അവൻ്റെ പിടുത്തു കഴിഞ്ഞു. മോനെ, എന്തോ? വരുവാ അമ്മച്ചി. എന്നാത്തിനാ? ചക്കപ്പുഴുക്കുണ്ട്, അത് കഴിക്കാൻ വിളിക്കുന്നതാ. നീ കഴിച്ചോ? കഴിച്ചു. അച്ചായൻ ചെല്ല്. ഏ, കെട്ടിയോൻ വരും മുമ്പ് കഴിച്ചോടി. അമ്മമ്മച്ചി നിർബന്ധിച്ചു, അതുകൊണ്ടാ. ഞാൻ ചുമ്മാ പറഞ്ഞതടി കൊച്ചേ. അവൻ വേഗം ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. എന്നാ അമ്മമ്മച്ചി? ഏയ്, ഒന്നുമില്ലട മോനെ, ഇത്തിരി ചക്കപ്പുഴുക്കുണ്ട്, വാ. അയ്യോ, ഇതിനായിരുന്നോ? ഞാൻ വിചാരിച്ചു. അവൻ അറിയാത്ത ഭാവം നടിച്ചു. നിനക്ക് വേണ്ടേ? വേണ്ടെങ്കിൽ കഴിക്കണ്ട. കൊള്ളാം, എനിക്ക് തരാതെ തീർത്താലുണ്ടല്ലോ, വീടില്ല ഞാൻ. അവൻ്റെ സംസാരം കേട്ട് അമ്മമ്മച്ചി ചിരിച്ചു. നീ അടുക്കളയിൽ ചെല്ല്. മമ്മിയുണ്ടോ? ഉണ്ട്. ഇപ്പോഴും പന്ത് മമ്മിയുടെ കോർട്ടിലാണല്ലേ? അവൾക്ക് സങ്കടമാണ് മക്കളെ. ഞാൻ ഒരുപാട് പറഞ്ഞു, പക്ഷേ അടുക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അവൻ അടുക്കളയിലേക്ക് ചെന്നു. മമ്മി. ചക്കപ്പുഴുക്കിന് എന്നതാ കറി? ഏട്ടക്കൂരി കറി വെച്ചതുണ്ട്. ആരാ മമ്മി? ജബ്ബാർ കൊണ്ടുവന്നാണോ? എങ്കിൽ ഇത്തിരി എടുക്ക. അവർ ഭക്ഷണം എടുത്ത് മേശമേൽ വയ്ക്കുകയും അവൻ അവരുടെ കയ്യിൽ പിടിച്ചു. മമ്മിക്ക് എന്നോടുള്ള പിണക്കം ഇതുവരെയായിട്ടും തീർന്നില്ലേ? കയ്യിന്ന് വിടടാ. ഇല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നീ പോടാ. മമ്മി, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതോർത്തിരിക്കുവാണോ? നീ വേണേ കഴിച്ചിട്ട് എണീറ്റ് പോ. ഞാൻ കഴിച്ചോളാം. മമ്മി, ഐ എം സോറി. ഓ, എന്നാത്തിനാ? മമ്മിക്ക് നാണക്കേടാണോ? ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്ക്. നിന്നോട് ക്ഷമിക്കാം, ഇനി കൂടുതലൊന്നും മിണ്ടണ്ട. ഓ, അങ്ങനെ. മമ്മി, പക്ഷെ അവൾ പാവമാണ്. വേണ്ട, കൂടുതൽ വക്കാലത്ത് വേണ്ട. ഞാൻ പറയുന്നു, ഒന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. അവർ വെട്ടിത്തിരിഞ്ഞ് നടന്നുപോയി. വയറ് നിറഞ്ഞോ കൂട്ട? എൻ്റെ പപ്പ എങ്ങനെ വെച്ചോണ്ടിരിക്കുന്നേ? ഡാ, നീ മേടിക്കും കേട്ടോ. അല്ല പപ്പ, സത്യം, ഞാൻ കാര്യമായിട്ട് പറയുക. ഓ പിന്നെ, നിന്റെ താളത്തിന് തുള്ള അവള്. വേണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞെന്നേ ഉള്ളൂ. ആഗ്നസ് എന്തിയെ? പപ്പ അത് ചോദിക്കുകയും അവനൊന്ന് വിക്കി. ഞെട്ടിയോ? ഞെട്ടി. പപ്പ എന്നാടാ? അവളോട് പപ്പ മിണ്ടിയോ? ആരോട്? അല്ല, നമ്മുടെ നന്ദനയോട്. ഇല്ല, കുരുളച്ചായനോട് മിണ്ടി. ഇവിടെ വന്നോ? ഇല്ല, ഫോൺ വിളിച്ചു. അത് പപ്പ, ഞാനുണ്ടല്ലോ. നീ കഴിക്ക്, എന്നിട്ട് ഏറ്റുപോ. ഒരുപാട് നീ ഇങ്ങനെ വിയർക്കണ്ട. പപ്പ, സത്യമായിട്ട് ഞാൻ. അത് കാര്യാക്കണ്ട. നീ നിന്റെ ഭാഗം ക്ലിയർ ആക്കിയിട്ട് മുങ്ങി. ബാക്കി ഞാൻ ക്ലിയർ ചെയ്തു എല്ലാവരോടും. പപ്പ, മനസ്സിലായി. ഈ ഉപകാരം ഞാൻ മരിച്ചാലും മറക്കില്ലെന്നല്ലേ? അതെ. ഓക്കെ, താങ്ക് യു. എടാ, എന്നാലും ആ പേര് കൊള്ളാം കേട്ടോ. ഏത് പേര്? ആഗ്നസ്. ഓ, വീണ്ടും താങ്ക് യു പപ്പ. സുഖിപ്പിക്കാതെ മോനെ. ഇതാണ് കുഴപ്പം. കാര്യം പറഞ്ഞാലും പപ്പ ഒരുമാതിരി വർത്താനം. ഓ പിന്നെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാനിരിക്കുമായിരുന്നു. എന്നതാ? ആ കൊച്ചിൻ്റെ വീട്ടുകാരെങ്കിലും അറിഞ്ഞോ? നിലവിലില്ല. എൻ്റെ മാതാവേ, ഇനി വല്ല കുരിശും ആവുമോ? ഏയ്, ഇല്ല. നിനക്ക് പറഞ്ഞാൽ മതി. ബാക്കിയുള്ളവർക്കാണ് കഷ്ടപ്പാട്. ഇല്ല പപ്പ,
അവളുടെ വീട്ടിൽ ആരും കാര്യമായിട്ട് ചോദിച്ചു വരാനില്ല. അവൾക്കങ്ങനെ ചോദിക്കാനും പറയാനും ആരുമില്ല. പാവം കുട്ടി, നീയായിട്ട് ആ പെങ്കൊച്ചിന് കണ്ണീർ പൊഴിക്കാൻ ഇടവരുത്തരുത്. ഇല്ല പപ്പ, മാതാവാണേ സത്യം. അങ്ങനെ ആയാൽ നിനക്ക് കൊള്ളാം. ഓക്കെ, ഡൺ. ചേച്ചി, ഇപ്പൊ കാണാമേ, ദേ ഇതാണ്. സൈറ ഫോണുമായിട്ട് നടന്നു നീങ്ങുകയാണ്. മെറിനെ വീഡിയോ കോൾ ചെയ്യുകയാണ്. തനിക്ക് നാത്തും തയ്ച്ച് ചുരിദാർ കാണിക്കുന്ന തിരക്കിലായിരുന്നവൾ. എടി, ബോട്ടിനെ കാണോ? അതെ ചേച്ചി, അടിപൊളിയായിട്ടില്ലേ? സൂപ്പർ. ഇത്രയും കറക്റ്റായിട്ട് ആ കുട്ടിക്ക് ഇത്രയൊക്കെ അറിയാമോ? പിന്നില്ലേ, നല്ല സൂപ്പറായിട്ട്. അതും നിമിഷം വെച്ച് സ്റ്റിച്ച് ചെയ്തു. നീ എനിക്കൂടി 1-2 മെറ്റീരിയൽ എടുക്കുക കേട്ടോ. നെക്സ്റ്റ് വീക്ക് ഞാൻ വരുമ്പോൾ എനിക്കും സ്റ്റിച്ച് ചെയ്യണം. ചേച്ചി കാശ് തരണം കേട്ടോ. എൻ്റെ പെണ്ണുമ്പിള്ള കഷ്ടപ്പെട്ടിരുന്ന് തുന്നുന്നതാ. ആരടി അത്? വരുൺ വന്നോ? വന്നു ചേച്ചി, നേരത്തെ വന്നു. നേരത്തെയോ? ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ. ആ, ഇനി അടിച്ചാലുണ്ടല്ലോ. സൈറ ഉറക്കെ കരഞ്ഞു. ചേച്ചി വാവേന്തി? ഡി കുഞ്ഞുണർന്നു, ഞാൻ പിന്നെ വിളിക്കാം. അവൾ ഫോൺ കട്ട് ചെയ്തു. അടിപൊളി. ഇത് നന്ദന തയ്ച്ചതാണോ? പൊളിയല്ലേ ചായ? അതെടി, നല്ല ഭംഗിയുണ്ട്. മമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ സൈറയെ നോക്കുന്നുണ്ട്. അത് വരുൺ കാണുകയും ചെയ്തു. ഡി, അവൾ നല്ല അസലായിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യും. നിനക്കറിയാമോ അത്? അവനവളെ കണ്ണിറക്കി കാണിച്ചു. അറിയാം. അവൾക്ക് കാര്യം മനസ്സിലായി. ആ, ഇനി മമ്മിക്കാണെങ്കിൽ അവളെ കൊണ്ട് തയ്പ്പിക്കാമല്ലേ? അപ്പോഴേക്കും ബ്രൂട്ടസ് അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ബ്രൂട്ടസ്, വാ, നിന്നെ ഒരാൾക്ക് പരിചയപ്പെടുത്താം. അവൻ ബെഡ്റൂമിലേക്ക് പോയി. ബ്രൂട്ടസിനെ കണ്ടതും നന്ദന ഓടി കട്ടിലിൽ കയറി. പരിചയമില്ലാത്ത ആള് അവൻ്റെ ബെഡ്റൂമിൽ കണ്ടതും ബ്രൂട്ടസിൻ്റെ ശൗര്യം ഒന്ന് കാണേണ്ടതായിരുന്നു. വരുണ് വേഗം നന്ദയുടെ അടുത്തേക്ക് ചെന്നു. അവളെ കെട്ടിപ്പിടിച്ചു. എടാ ബ്രൂട്ടസ്, ഇതെൻ്റെ നല്ല പാതിയാണ് കേട്ടോ, നീ കണ്ടോ? വരുണിൻ്റെ ചിരി കണ്ടതും ആ നായ ഒന്നടങ്ങി. അപ്പോഴേക്കും അമ്മച്ചി അവരുടെ മുറിയിലേക്ക് വന്നു. അയ്യോ അമ്മച്ചി, ഞാനത് മറന്നു. അവൾ വേഗം അവർക്കരികിലേക്ക് ഓടി വന്നു. എവിടെ സാധനം? എൻ്റെ മുറിയിലുണ്ട്. അമ്മമ്മച്ചി വരുണിനെ നോക്കിക്കൊണ്ടാണത് പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് വരാം. അവൾ അമ്മമ്മച്ചിയുടെ പിറകെ പോകുന്നത് നോക്കി വരുൺ അങ്ങനെ നിന്നു. കുറച്ചു കഴിഞ്ഞ് അവനും മെല്ലെ അങ്ങോട്ട് ചെന്നു. നന്ദനയാണെങ്കിൽ അമ്മച്ചിയുടെ കാലിൽ കുഴമ്പിട്ട് തിരുമ്മി കൊടുക്കുകയാണ്. അയ്യോ മോളെ, പതുക്കെ. ഇന്ന് ഇത്തിരി വേദനയെടുക്കും, പക്ഷെ നാളെ ആകുമ്പോൾ എല്ലാം മാറും. എന്നാലും എൻ്റെ കുഞ്ഞെ, നീ ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? എൻ്റെ അമ്മയുടെ തറവാട്ടുകാർ വൈദ്യന്മാരാണ്. ഒഴിച്ചിലും തിരുമലും ധാരയും ഒക്കെ കണ്ടാ ഞാൻ വളർന്നത്. അമ്പടി മിടുക്കി. അവർ ഒരു കൈകൊണ്ട് അവളെ തഴുകി. അവർ തമ്മിലുള്ള സ്നേഹബന്ധം അത് നോക്കി നിൽക്കുകയാണ് വരുൺ. ഈ 2 ദിവസം കൊണ്ടവൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി മാറുകയാണ്. മെറിനാണെങ്കിൽ ഒരു ചുരിദാർ തയ്ച്ചത് സാറ കാണിച്ചപ്പോൾ തന്നെ ഫ്ലാറ്റായി. അമ്മമ്മച്ചയ്ക്ക് പിന്നെ അവളെ കണ്ട മാത്രയിൽ ഇഷ്ടമായിരുന്നു. വരുൺ കുറച്ചു സമയം കൂടി അവിടെ നിന്നിട്ട് മെല്ലെ പിൻവാങ്ങി. ഇതെല്ലാം കണ്ട് വേറൊരാളും ഉണ്ടായിരുന്നു, ആൻസി. കുറേ സമയം കഴിഞ്ഞാണ് നന്ദന അവൻ്റെ അടുത്തേക്ക് വന്നത്. നീ ഇതെവിടായിരുന്നു? അമ്മമ്മച്ചയ്ക്ക് കാലിന് വേദന, ഞാൻ തിരുമ്മി കൊടുക്കുമായിരുന്നു. ആഹാ, എന്നിട്ട് കുറഞ്ഞോ? ഇന്നല്ല, നാളെ ആവുമ്പോൾ കുറയും. ആണോ? ഉറപ്പാണോ? അതെ, എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ. അച്ചായൻ കഴിച്ചോ? കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നല്ലേ? മമ്മിയുടെ കൈപ്പുണ്യാടി. അതെ, സൂപ്പർ. ഡി, നീരജിൻ്റെ ഫോണിലേക്കൊന്ന് വിളിക്കട്ടെ, 1 മിനിറ്റ്. അവൻ ഫോൺ കയ്യിലെടുത്തു. ഹലോ ഡാ. അവൻ്റെ ഫോൺ സംഭാഷണം കുറേ സമയം നീണ്ടുപോയി. അതിനിടയിൽ എല്ലാം അവൻ നന്ദനയ്ക്ക് വന്ന് ഉമ്മ കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് അവൾ അവൻ്റെ കൈത്തണ്ടയിൽ നന്നായി ഒരു നുള്ളു കൊടുത്തു. അയ്യോ എൻ്റെ അമ്മയെന്ന് വരുൺ അലറിക്കരഞ്ഞു. എന്താടാ? നീരജാണ്. ഏ, തല തല ഇടിച്ചടാ. എടാ, നീ സൂക്ഷിച്ച് നടക്ക്. ചുമ്മാ കുട്ടിക്കളി മാറിയിട്ടില്ല ഇതുവരെ. ഏയ് സാരില്ല. ഡാ, ഞാൻ വെക്കട്ടെ, ഇത്തിരി കഴിഞ്ഞ് വിളിക്കാം. ഓക്കേടാ. അവൻ ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും നന്ദന ബാത്റൂമിലേക്ക് ഓടിക്കയറി. ഡോറടയ്ക്കാൻ അവൾക്ക് സാധിച്ചില്ല. വരുൺ വന്ന് അവളെ പിടിച്ച് വെളിയിലേക്ക് ഇറക്കി. പെട്ടെന്നാണ് സാറ് മുറിയിലേക്ക് വന്നത്. ഇച്ചായ, ദേ റോഷൻ ചായൻ.
അവൾ ഫോൺ കൊടുത്തു. ഹലോ ഏട്ടായി. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കുമായിരുന്നു. എന്നാ ഉണ്ടെന്നേ? വിശേഷമൊന്നുമില്ലടാ. ഞങ്ങൾ ഈ മാസം അവസാനം വരും. ആണോ? ഉം. എടാ, പള്ളി കമ്മിറ്റി കൂടുമ്പോൾ നമ്മൾ തന്നെയാണ് പെരുന്നാൾ നടത്തുന്നതെന്ന് നീ ഒന്ന് പറഞ്ഞേക്കണം. അതൊക്കെ നേരത്തെ ഫിക്സ് ആണല്ലോ ചേട്ടായി. ഓക്കേടാ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ചേച്ചി എന്തിയെ? അവൾ വന്നില്ലടാ, ഡ്യൂട്ടിയാണ്. ഓക്കെ. എന്നാ ഉണ്ടെടാ നാട്ടിൽ? ടോണിയെ കാണാറുണ്ടോ? ടോണി ചേട്ടായി കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് ക്ലബിൽ വന്ന് ചേട്ടയുടെ കാര്യം ചോദിക്കാറുണ്ട്. നാട്ടിലോട്ട് ഓടി വരാൻ കൊതിയായി. ആ, ഇനി ഇത്തിരി നാൾ കൂടി ക്ഷമിച്ചാൽ മതിയല്ലോ. അതെ അതെ, ഭയങ്കര സന്തോഷമാണിപ്പോൾ. നമ്മുടെ വരിക്കപ്ലാവിൻ്റെ ചക്ക അമ്മമ്മച്ചി പഴുപ്പിച്ചിട്ട് വരട്ടി വെച്ചിട്ടുണ്ട്. ഓ, ആ തേൻ വരിക്കയാണോടാ? അത് ചേട്ടായി. കേട്ടിട്ട് വായിൽ വെള്ളം ഊറുന്നു. എന്നാൽ അതിലും വെള്ളം ഊറുന്ന വേറൊരു സാധനമുണ്ട്. അതെന്നതാടാ? മാമ്പഴം വെച്ച് തിരയുണ്ടാക്കിയിട്ടുണ്ട്. ഓ, എൻ്റെ മാതാവേ, ടൈറ്റാനിക് ആണ് വായിൽ. ചേട്ടായി, ഞാൻ മമ്മിയുടെ കൈ കൊടുക്കാവേ. ദേ മമ്മി വന്നു. മുറിയിലേക്ക് കയറി വന്ന ആൻസിയുടെ കയ്യിൽ അവൻ ഫോൺ കൊടുത്തു. നന്ദന മുറിയുടെ ഒരു വശത്തേക്ക് മാറി നിൽക്കുവാണ്. ആൻസി ഫോണും മേടിച്ചുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് പോയി. ചേച്ചി വാ, നമുക്ക് ഫുഡ് കഴിക്കാം. നന്ദനെ കൈപ്പിടിച്ചുകൊണ്ട് സാറ പറഞ്ഞു. അങ്ങനെ അവർ 3 പേരും കൂടി ഇരുന്നാണ് ഭക്ഷണം കഴിച്ചത്. നന്ദു, ദിസ് ഈസ് ടു മച്ച്. അന്നുറങ്ങാൻ കിടന്നപ്പോൾ വരുൺ പറഞ്ഞു. എന്തുപറ്റി? നിന്നെ ഇങ്ങനെ കണ്ടോണ്ട് കിടക്കാനാണോടി ഞാൻ കെട്ടിക്കൊണ്ടുവന്നത്? അയ്യേ, ഈ മനുഷ്യന് ഇത് മാത്രമേ ഉള്ളൂ. അതെ, എന്നാടി? കഷ്ടം. ഓ, ഞാനങ്ങ് സഹിച്ചു. കിടന്നുറങ്ങിക്കേ. ഗുഡ് നൈറ്റ്. അവൾ പുതുപ്പെടുത്ത് പുതച്ചു. നീ അങ്ങനെ അങ്ങ് ഉറങ്ങാൻ വരട്ടെ. അവൻ അവളുടെ പുതുപ്പെടുത്ത് മാറ്റി. ചേ, എന്താ ചെയ്ത്? എനിക്കൊന്ന് ഉറങ്ങണം. എങ്കിൽ ശരി, ഉറങ്ങിക്കോ. നാളെ രാവിലെ എനിക്ക് എസ്റ്റേറ്റിൽ പോകണം. അയ്യോ അച്ചായ. എനിക്കാണെങ്കിൽ പകൽ അച്ചായനില്ലാത്തത് കൊണ്ട് ആകെ സങ്കടമാണ്. നീ പോവണ്ണേ, നിന്നോട് സൊറ പറഞ്ഞിരുന്നാൽ മതിയോ ഞാൻ? അതല്ല അച്ചായ, എനിക്ക് സാരില്ല, നീ ഉറങ്ങിക്കോ. നാളത്തെ കാര്യം നാളെ. കാലത്തെ തന്നെ നന്ദന ഉണർന്ന് കുളി കഴിഞ്ഞു. വരുൺ എണീറ്റപ്പോൾ നന്ദന ഈറൻമുടി തോർത്തുകയാണ്. അവൻ അനങ്ങാതെ കിടന്നു. മുടി തോർത്തിക്കഴിഞ്ഞ് അവൾ സീമന്തരേഖി സിന്ദൂരം അണിഞ്ഞു. ഇവൾക്ക് ഇത്തിരി കൂടി വണ്ണം വേണം, കുറച്ചുകൂടി പുഷ്ടിപ്പെടണം പെണ്ണ്, അവൻ ഓർത്തു. ആഹാ, ഇവിടെ വായി നോക്കി കിടക്കുവാണോ? അയ്യടി എന്ന് പറഞ്ഞ നീ ആരാ? ഞാൻ ആരാണെന്ന് അറിയണോ? അറിയണം, വാ കാണിച്ചു തരാം. അയ്യോ, എത്ര ദിവസമായി പറയുന്നു നിന്നോട്. അച്ചായ, എന്തോ ഈ അസലയിലെ നിറഞ്ഞ ഭാഷ ഒന്ന് മാറ്റുമോ? മാറ്റാൻ കുട്ടി. അതെ, പറ. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. എനിക്ക് 22 വയസ്സ് പൂർത്തിയായി. ഈസ് ഇറ്റ് ട്രൂ? ഇവിടെ അടുത്തെങ്ങാനും അമ്പലമുണ്ടോ? ഒന്ന് തൊഴാൻ പോകാനാ. പോകാലോ. നീ കാലത്ത് തന്നെ റെഡി ആയിക്കോ. താങ്ക് യു. ഓക്കെ അച്ചായ. അവൻ മെല്ലെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ ഇന്ന് തൻ്റെ മൊഞ്ചത്തിയുടെ പിറന്നാളാണ്. അവൻ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടൽ നടത്തി. മീനാക്ഷി കോവിലിൽ പോകാൻ കിട്ടൂടി. വാഷ്റൂമിൽ കയറിയിട്ട് ഇറങ്ങിയപ്പോൾ അവൻ പറഞ്ഞു. മതി അച്ചായ. ഇവിടെ ആരോടും പറയണ്ട കേട്ടോ അച്ചായ. ഇല്ല. അപ്പോഴേക്കും സൈറ ഡോറിൽ വന്ന് തട്ടി. സൈറയാണ്. പോയി വാതിൽ തുറക്ക്. അവൾ പോയി വാതിൽ തുറന്നു. സൈറ അവൾക്ക് ചായ കൊടുത്തു. ചേച്ചി തണുപ്പത്ത് കുളിച്ചോ? കുളിച്ചു. ഓ, സെറയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം കുളിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് അല്ലോടി. എന്ത് ചീഞ്ഞ കോമഡിയാണ് അച്ചായ, ചിരിക്കാൻ തോന്നണ്ടേ? തുടങ്ങി രണ്ടാളും കൂടി. അമ്മമ്മച്ചിയായിരുന്നത്. അവർ റൂമിലേക്ക് കയറി വന്ന് നന്ദനെ കെട്ടിപ്പിടിച്ചു. എൻ്റെ കുഞ്ഞേ, കാലിന് വേദനയെല്ലാം മാറി. ആണോ അമ്മച്ചി? എല്ലാവർക്കും സന്തോഷം. എത്ര നാളായിട്ട് തുടങ്ങിയ വേദനയാ. ഞാൻ പോകാത്ത ആശുപത്രിയില്ല. ഇതെന്ത് മറിമായമാണ്. ഒറ്റ ദിവസം കൊണ്ട് കുറഞ്ഞു. അതൊക്കെ ഒരു ടെക്നിക്കാ. അതേ, ഞാൻ പറഞ്ഞു തരില്ല. അവൾ ചിരിച്ചു. അച്ചായ, എന്തായാലും ചേച്ചി പുലിയാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പുലിയെ മടയിച്ചെന്ന് പൊക്കിയത്. അയ്യോ, ആ സ്റ്റോറി ഒന്ന് പറയോ? ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും. ഡി, പൂടിയപ്പുറത്ത്.
അവളുടെ ഒരു ആകാംക്ഷ. എൻ്റെ പൊന്നോ, നമ്മളില്ലേ? സൈറ അവിടുന്ന് മാറിക്കളഞ്ഞു. അമ്മമ്മച്ചി പോയി കഴിഞ്ഞപ്പോൾ വരുൺ അവളെ വാരിപ്പുണർന്നു. ഇനിയും ഈ മണ്ണിൽ നീ എത്ര ജന്മം പിറവിയെടുത്താലും ഈ അച്ചായൻ്റെ പെണ്ണായി നീ ഈ കാഞ്ഞിരപ്പള്ളിക്ക് വരണം. മെനി മെനി മോർ റിട്ടേൺസ് ഓഫ് ദി ഡേ. ലവ് യു മൈ സ്വീറ്റ് ഹെഡ്. അവൻ അവളുടെ നെറുകയെ ചുംബിച്ചു. എൻ്റെ ഉമ്മച്ച, നിങ്ങളങ്ങോട്ട് മാറി നിൽക്കുക. ഏ, എപ്പോഴും ഇങ്ങനെ ഉമ്മ വയ്ക്കുന്ന അച്ചായനെ പിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത്? ഓ, നീ പുപ്പുലിയാണോ? അതെ. വേഗം റെഡിയാവ്, അമ്പലത്തിൽ പോകണ്ടേ? പതുക്കെ പറ, ആരെങ്കിലും കേൾക്കും. അന്ന് കാലത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വരുണും നന്ദനയും കൂടി ഇറങ്ങി. പുട്ടും പഴവുമായിരുന്നു. ശരിക്കും ഫുഡ് കഴിച്ചിട്ട് അമ്പലത്തിൽ ഞാൻ കയറാത്തതാണ്. അതിനടി അമ്മ പറയും അങ്ങനെ തൊഴുന്നത് ദോഷമാണെന്ന്. ആണോ? ഓരോരോ വിശ്വാസം. നന്ദു, നീ തനിച്ച് കയറാമോ? എനിക്ക് അകത്തേക്ക് വരാൻ പറ്റില്ല, പരിചയമുള്ള ആളുകളുണ്ട്. അവൻ അമ്പലത്തിലെത്തിയതും അവളോട് പറഞ്ഞു. അത് സാരമില്ല ചായ, ഞാൻ തനിച്ച് കയറാം. അവൻ അവളെ ഇറക്കിയ ശേഷം വണ്ടി ഓടിച്ച് കുറേ മുന്നോട്ട് പോയി. നിവേദ്യ ആയിരുന്നുകൊണ്ട് ഇത്തിരി താമസിച്ചു. അത് കഴിഞ്ഞതും അവൾ പെട്ടെന്ന് തൊഴുതിട്ട് ഇറങ്ങി വന്നു. ഇലച്ചേന്തിൽ പുഷ്പാഞ്ജലി കഴിപ്പിച്ച പ്രസാദം ഉണ്ടായിരുന്നു. അവൻ തിരികെ അവളെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് ഭരണങ്ങാനത്തിന് പോയി. അവിടെ ഒരു ബിൽഡിംഗ് പണിയാനാണ്. അതിൻ്റെ പ്ലാനൊക്കെ ആയിട്ട് ഏതോ എഞ്ചിനീയറുടെ അടുത്ത് പോകാനായിരുന്നു. നന്ദന ഒരു തവണ അവനെ വിളിച്ചു. അച്ഛാ, എന്നെടുക്കുവാ? ഡി, ഞാൻ ഇത്തിരി ബിസിയാണ്, പിന്നെ വിളിക്കാം. ശരി, ഞാൻ വയ്ക്കുവാണേ. ഓക്കെ. അവൾ കോൾ കട്ട് ചെയ്തു. അവൾക്ക് ആകെ ബോറിംഗ് ആണെന്ന് അവനറിയാം. മമ്മിയായിട്ട് അടുപ്പില്ലാത്തതുകൊണ്ട് അവൾക്ക് റൂമിന് വെളിയിലിറങ്ങാൻ പേടി. ആകെ ആശ്വാസം പകലെല്ലാം അമ്മമ്മച്ചിയാണ്. അമ്മച്ചിയാണെങ്കിൽ അടങ്ങിയിരിക്കില്ല. അതിലെ ഇതിലെ എല്ലാം നടക്കും. അതുകൊണ്ടാണ് മുപ്പത്തി ഇപ്പോൾ വിളിച്ചത്. ഊണ് കഴിക്കാൻ നന്ദന ഇറങ്ങി വന്നപ്പോൾ അമ്മമ്മച്ചി അവിടെ ഒന്നും കണ്ടില്ല. അവൾ വേഗം ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റു. 2 മണി വരെ അവൾ അമ്മമ്മച്ചി റൂമിലേക്ക് വരുമെന്ന് കാത്തിരുന്നു. അമ്മമ്മച്ചി പക്ഷേ അപ്പോൾ തിരക്കായിരുന്നു. കാരണം വരുൺ കാലത്തെ സൂചിപ്പിച്ചു പ്രിയതമ്മയുടെ പിറന്നാള്. അതുകൊണ്ട് അവർ പായസം വയ്ക്കുവാണ്. അമ്മമ്മച്ചിയെ കാണാഞ്ഞ് നന്ദനയ്ക്ക് ആകെ വിഷമം. റൂമിൽ നിന്നവൾ മെല്ലെ വെളിയിലേക്ക് ഇറങ്ങി. മമ്മി നടന്നു വരണത് കണ്ടതും അവൾ വേഗം അകത്തേക്ക് കയറി ഡോറടച്ചു. വരുണാണെങ്കിൽ 3 മണിയായപ്പോൾ എത്തി. അവൻ വന്നപ്പോൾ നന്ദന വാഷ്റൂമിലാണ്. കയ്യിലിരുന്ന കവർ അവൻ ഭദ്രമായി എടുത്ത് അലമാരി വെച്ച് പൂട്ടി. എന്നിട്ട് ഊണ് കഴിക്കാൻ പോയി. മമ്മി, വിശന്നിട്ട് കുടല് കത്തുന്നു, ഒന്ന് വന്നേ. വരുവാടാ. ആൻസി മകനുള്ള ചോറും കറികളുമെല്ലാം പാത്രത്തിൽ നിരത്തി വെച്ചു. അമ്മമ്മച്ചി എന്തേ? പായസം വെക്കുക. അതെന്തിന്? അവനൊന്നും അറിയാത്ത പോലെ ചോദിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ ഒരു രസം. അവൻ ഊണ് കഴിക്കും മുമ്പ് അമ്മമ്മച്ചിയുടെ അടുത്തേക്ക് ഓടി. അമ്മമ്മച്ചി. ഓ, എന്നതാടാ കുഞ്ഞേ? ഒന്നുമില്ല. അവൻ അവരെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു. മോനെ വിടടാ. താങ്ക്സ് അമ്മമ്മച്ചി. എടാ കുഞ്ഞേ, അവളിതൊന്നും അറിയില്ലേ കേട്ടോ. ആര്? നന്ദനമോള്. അവൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നില്ലേ? ഇല്ല മോനെ, അൻസിയെ പേടിയാണ്. അയ്യോ പാവം. അതെ, ഒരുപാട് പാവമാണ് ആ കൊച്ച്. ആണോ അമ്മമ്മച്ചി? അതെ കുഞ്ഞേ. ഡാ, നിനക്ക് ചോറ് വേണ്ടേ? വേണം മമ്മി, വരുവാ. അവൻ ഡൈനിങ് റൂമിലേക്ക് പോയി. ചൂരമീൻ കറിയും കിളിമീൻ ഫ്രൈയും അച്ചിങ്ങ മെഴുക്കുവരട്ടിയും പുളിശ്ശേരിയും പപ്പടവും, ഇതൊക്കെയാണ് കറികൾ. അവൻ ഊണ് കഴിച്ച് എഴുന്നേറ്റു. മാത്തച്ഛൻ കിടക്കുകയായിരുന്നു. മമ്മി, പപ്പ ഉറങ്ങുവാണോ? അതേടാ. ഓക്കെ മമ്മി. അവൻ തൻ്റെ റൂമിലേക്ക് പോയി. അച്ചായ, നന്ദൻ അവൻ്റെ അരികിലേക്ക് ഓടി വന്നു. ഓ, നീ എന്താടി ഗൾഫുകാരനായ ഭർത്താവിനെ കാണും പോലെ? അതെന്താ സ്ലോ മോഷനിൽ ഓടി വരുന്നത്? ഓ അങ്ങനെ, ഒന്ന് പോ അച്ചായ. നീ കഴിച്ചോടി? 12 മണി കഴിഞ്ഞപ്പോൾ കഴിച്ചു. അതെന്നാ അത്ര നേരത്തെ? അത് അമ്മമ്മച്ചിയെ തിരക്കി ചെന്നതാ. അപ്പം അമ്മിയെ കണ്ടു. വേഗം ഞാൻ ഊണെടുത്ത് കഴിച്ചു. ശോ, എന്ത് കഷ്ടമാണ്. മമ്മിയെ റെഡിയാക്കി എടുക്കണം. അതൊന്നും സാരമില്ല ചായ, എല്ലാം പൈസ സെറ്റാകും. അന്ന് വൈകുന്നേരം സൈറ വന്നു കഴിഞ്ഞാണ് പായസം അമ്മമ്മച്ചി എല്ലാവർക്കും കൊടുത്തത്. പക്ഷേ നന്ദനയുടെ പിറന്നാളാണെന്ന് മാത്രം ആരോടും പറഞ്ഞില്ല.
അത് അവർക്കും വരുണിനും മാത്രം അറിയത്തുള്ളായിരുന്നു. കഴിഞ്ഞ വർഷം തൻ്റെ പിറന്നാള് അമ്മയാണെങ്കിൽ പരിപ്പ് പ്രഥമനുണ്ടാക്കി. എല്ലാ വയ്യാഴികയും മാറ്റിവെച്ച് തനിക്കിഷ്ടമുള്ള പ്രഥമനൊക്കെ വെച്ചു പാവം അമ്മ. ഇന്ന് തൻ്റെ അമ്മയും അച്ഛനും കാണാമറയത്തിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടോ ആവോ? അവളുടെ മിഴികൾ നിറഞ്ഞു തൂവി. എന്നതാ? എന്നാ പറ്റി? ഏയ്, ഒന്നുമില്ല ചായ. പിന്നെ കണ്ണു നിറഞ്ഞത്? ഒന്നുമില്ല. അങ്ങനെ പറയാതെ നീ കാര്യം പറയ. അത് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും ഓർത്തുപോയി. നന്ദു, അവൻ പതിയെ അവളെ വിളിച്ചു. നീ വിഷമിക്കാതെ, അവർ രണ്ടാളും സ്വർഗത്തിൽ സുരക്ഷിതരാണ്. എന്നാലും എന്നാലും എന്നെ തനിച്ചാക്കി. പൂർത്തിയാക്കും മുമ്പ് അവൾ പൊട്ടിക്കരഞ്ഞു. ഏയ് നന്ദു, നീ തനിച്ചാണോ? ആരടി പറഞ്ഞത്? നിനക്ക് ഞാനില്ലേ? അവൻ അവളെ ചേർത്തണച്ചു. കുറേ സമയമെടുത്തു അവൾക്ക് തൻ്റെ വിഷമം പോകാൻ. കണ്ണീർ തുടയ്ക്ക്. വരുൺ മെല്ലെ അലമാര തുറന്നു. അതിൽ നിന്നൊരു കവറെടുത്തു. എന്നിട്ടത് നന്ദനയ്ക്ക് കൈമാറി. ഹാപ്പി ബർത്ത്ഡേ നന്ദന. എന്താ ഏട്ടാ ഇത്? നീ തുറന്നു നോക്ക്. അവൻ ചിരിച്ചു. തുടരും.